19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജർമ്മൻ ഫാർമസിസ്റ്റ് ഫ്രീഡ്രിച്ച് സേർട്ടർനർ പോപ്പി ചെടികളിൽ നിന്ന് മോർഫിൻ വേർതിരിക്കുന്നത്. അതിനു മുമ്പ് ഈ പോപ്പി ചെടിയും മറ്റ് നാടൻ ഔഷധങ്ങളും വേദന നിയന്ത്രിക്കാനായി കഴിച്ചിരുന്നു. അമേരിക്കൻ സിവിൽ വാർ സമയത്തൊക്കെ സൈനികരുടെ ട്രീറ്റ്മെന്റിനും ശസ്ത്രക്രിയയ്ക്കുമായി മോർഫിൻ വേദന സംഹാരിയായി കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. കാരണം ആയിടയ്ക്കാണ് തൊലിയുടെ തൊട്ടടുത്ത ലെയറിലേക്ക് മരുന്നെത്തിക്കാവുന്ന സിറിഞ്ചുകൾ കൂടുതൽ പ്രചാരത്തിൽ വരുന്നത്. കുറെ കൂടി വേഗത്തിൽ ഇഫക്റ്റ് കാണാമെന്ന് സാരം. ശേഷം ഹെറോയിൻ പോലുള്ളവയും വേർതിരിച്ച് പെയിൻ കില്ലറായി ഉപയോഗിക്കുന്നു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ഇതൊരു മഹാവിപത്തായേക്കാമെന്ന മുന്നറിയിപ്പ് മനുഷ്യന് കിട്ടി. ശസ്ത്രക്രിയയ്ക്കും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും പ്രിസ്ക്രൈബ് ചെയ്ത ഓക്സികോണ്ടിൻ എന്ന പെയിൻ കില്ലർ 96-ൽ പെർഡ്യൂ ഫാർമ ഉണ്ടാക്കി വിൽക്കുന്നു. ഇതിന്റെ മാസ് പ്രൊഡക്ഷനും കൊമേഴ്ഷ്യലി വളരെ അഗ്രസീവായ മാർക്കറ്റിംഗും കാരണം കച്ചവടം പൊടിപൊടിച്ചു. 10,000-ഓളം ആൾക്കാരെ ബാധിച്ച മരുന്നിന്റെ അഡിക്റ്റീവ് പ്രകൃതത്തിന് ഊന്നൽ കൊടുക്കാതെയാണ് പരസ്യങ്ങൾ വന്നത്. ഒരുതരം കബളിപ്പിക്കൽ. കൂട്ടത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർക്കും ഫാർമസിക്കുമൊക്കെ ധാരാളം സമ്മാനങ്ങളും മറ്റും ഉൾപ്പെടുത്തി. മനുഷ്യന്റെ വേദന നിയന്ത്രിക്കാനുള്ള ആഗ്രഹം ഒരു വശത്തും അതിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള ആഗ്രഹം മറുവശത്തും. അങ്ങനെ താമസിയാതെ ഒരു ഒപ്പിയോയിഡ് എപ്പിഡമിക് ഉണ്ടാകുന്നു. ഇത്തരം മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക്, സെമി സിന്തറ്റിക് പെയിൻ കില്ലേഴ്സിന്റെ പൊതുനാമമാണ് ഒപ്പിയോയിഡ്. ഡ്രഗ് അബ്യൂസിന്റെ ഒരു വലിയ സ്കെയിലിലുള്ള പ്രശ്നം 90കളിൽ ഇതായിരുന്നുവെന്ന് പറയാം. ഇതൊരു വലിയ നിയമയുദ്ധത്തിന് തുടക്കമിട്ടു. പല കേസുകളിലും പണം സെറ്റിൽമെന്റായി കൊടുക്കേണ്ടി വന്ന കമ്പനി അവസാനം പാപ്പർ സൂട്ട് ഫയൽ ചെയ്തു. പെട്ടെന്നൊന്നും തീർന്ന കേസല്ല ഇത്. ഈയിടെ 2025 ജൂണിലാണ് 7 ബില്യണോളം സെറ്റിൽമെന്റ് അപ്രൂവ് ചെയ്യപ്പെട്ടത്. ഇത് ഇരകളുടെ കുടുംബങ്ങൾക്കും പിന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റിനുമായി ചെലവഴിക്കാൻ തീരുമാനിച്ചു.